വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കുകളിൽ പലതും മിഡ്ഫീൽഡേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് ഏത് മിഡ്ഫീൽഡേഴ്സ് വരണം, ഏത് പ്ലെയറിനെ വാങ്ങണം, ഏത് പ്ലെയറിന് നമുക്ക് ബെറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ബേസിക്കലി ഏത് മിഡ്ഫീൽഡർ വന്നാലും ആ മിഡ്ഫീൽഡർ കൈകാര്യം ചെയ്യാൻ പോകുന്ന റോൾ അണ്ടർ കാരിക്ക് എന്താണെന്നത് കാണിക്കുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്ടിക്കൽ വീഡിയോസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അതിൻ്റെ കൂട്ടത്തിൽ കാരിക്കിൻ്റെ ടാക്ടിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, പിന്നെ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. കാരണം ഇതൊരു ടിപ്പിക്കൽ ട്രാൻസ്ഫർ ന്യൂസ് അല്ല. ഇതൊരു മിഡ്ഫീൽഡർ എങ്ങനെ നമ്മുടെ ടീമിനെ സെറ്റാക്കും എന്നുള്ള ഒരു വീഡിയോ ആണ്. അതിൽ കാരിക്കിൻ്റെ ടാക്ടിക്സിന് പ്രധാന പങ്കുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ നിങ്ങളുടെ കോമൻറ്റ്സ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു മിഡ്ഫീൽഡർ അണ്ടർ കാരിക്ക് ആരാണെന്നുള്ളത് താഴെ കോമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം സൈനിങ് ആരാണ് അത് താഴെ കോമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട്. പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട, കാരണം നോട്ടിഫിക്കേഷൻസ് മിസ്സാവരുത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ മിസ്സായി പോകും. ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം നമുക്കറിയാം, ഇവിടുന്ന് കസമീറോ പടിയിറങ്ങി, നമ്മൾ ഫെയർവെൽ കൊടുത്തു കസമീറോയ്ക്ക്. കസമീറോ പോകുമ്പോൾ വലിയൊരു വോയിഡ് അല്ലെങ്കിൽ വലിയൊരു സ്പേസ് ആ മിഡ്ഫീൽഡിലുണ്ട്. അത് ആര് വന്ന് നികത്തും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിലോട്ടൊരു ഡയറക്റ്റ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ? ലോക ഫുട്ബോളിൽ ഇന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കസമീറോയ്ക്ക് പകരമായിട്ട് അതേ ട്രേഡ്സ് കൊടുക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡർ ഇപ്പോൾ ഇല്ല. പക്ഷേ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡറാണ് ചൗമിനി. ഈ ചൗമിനിയുടെ കാര്യത്തിൽ ഞാൻ വളരെ പോസിറ്റീവായിരുന്നു അൺടിൽ നൗ. കാരണം ദി ബോക്സ് ഓഫീസ് മാനേജർ ഹൊസേ മറീനിയോ ഈസ് ബാക്ക് അറ്റ് റയൽ മാഡ്രിഡ്. അത് നമുക്ക് പണിയാണ്. ബിക്കോസ് ചൗമിനി ഒരു ഹൊസേ മൊറീനോ ടൈപ്പ് മിഡ്ഫീൽഡറാണ്. ഐ തിങ്ക് ഹീ ഈസ് ഗോയിങ് ടു ലവ് ചൗമിനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൗമിനി ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ട്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതെന്തോ ആവട്ടെ, അത് ഫ്യൂച്ചർ വിൽ സോർട്ട് ദംസെൽസ് ഔട്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ചൗമിനി ആണെങ്കിലും ആൻഡേഴ്സൺ ആണെങ്കിലും ബലേബ ആണെങ്കിലും മത്തിയാസ് ഫെർണാണ്ടസ് ആണെങ്കിലും സ്റ്റില്ലർ ആണെങ്കിലും ടൊണാലി ആണെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ റോൾ എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വയ്ക്കാം. അതിലൊന്ന് ഇവരുടെ ട്രേറ്റ്സ് ആണ്. ഇവിടെ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ കളിക്കാൻ പോകുന്ന ദാറ്റ് ഇമ്പോർട്ടൻറ്റ് മിഡ്ഫീൽഡറുടെ ട്രേറ്റ്സ് എന്തൊക്കെ വേണം. ഫസ്റ്റ് വൺ, ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യണം, ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്യണം, പിന്നെ ക്ലോസ് സ്പേസിൽ പന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റണം, അഗ്രസീവ് ആയിരിക്കണം, ഗുഡ് വിഷൻ വേണം. ഇപ്പോൾ നമുക്ക് കോബി മെയിനൊക്കെ അത് പറയാം. കോബി മെയിൻ നല്ല വിഷനുള്ള പ്ലെയറാണ്. അതായത് ഫുൾ പിച്ച് ഓൺ സ്കാൻ ചെയ്യും, അങ്ങനത്തെ ഒരു പ്ലെയറാണ് കോബി മെയിനു. അപ്പോൾ അതുപോലത്തെ മിഡ്ഫീൽഡറാണ് നമുക്ക് വേണ്ടത് വിത്ത് ഗുഡ് വിഷൻ. പാസ് ആൻഡ് മൂവ്, അതായത് ഒരു പാസ് കൊടുത്ത് മൂവ് ചെയ്ത് സ്പേസിലോട്ട് കയറിപ്പോയി പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പന്ത് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡർ കൂടി ആയിരിക്കണം ഇയാൾ. എനർജി വേണം, കംപ്ലീറ്റ് എനർജറ്റിക് ഫുട്ബോളർ ആയിരിക്കണം. ആൻഡ് ആ ഗ്രൗണ്ട്, അതായത് ഇപ്പോൾ ഓൾഡ് ട്രാഫോർഡ് ആണെങ്കിൽ ആ ഓൾഡ് ട്രാഫോർഡിലെ എല്ലാ ഗ്രാസും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു മിഡ്ഫീൽഡർ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലൂടെ കുറച്ച് പേരുകൾ വരുന്നുണ്ടാവും. തീർച്ചയായിട്ടും സ്വാഭാവികമാണ്. അതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും തോന്നുന്ന ഒരു പേര് ഇപ്പോൾ റീസെൻ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് നൺ അതർ ദാൻ എലിയറ്റ് ആൻഡേഴ്സൺ. എലിയറ്റ് ആൻഡേഴ്സൺ ആണോ നമുക്ക് വരേണ്ട CDM എന്നുള്ളത് നെക്സ്റ്റ് ചോദ്യം. അത് നമുക്ക് എന്തായാലും ഈ റോളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബെറ്ററായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബലേബയാണോ, എലിയറ്റ് ആൻഡേഴ്സൺ ആണോ, മാത്യൂസ് ഫെർണാണ്ടസ് ആണോ, ടൊണാലി ആണോ, അതോ സാക്ഷാൽ ചൗമിനി തന്നെയാണോ ഈ റോളിൽ ബെറ്റർ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിന് ടൈം എടുക്കാതെ നിങ്ങളെ നേരെ നമ്മുടെ ടാക്ടിക്കൽ ബോർഡിലോട്ട് കൊണ്ടുപോകാം. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഏത് ഫേസസിൽ, അതായത് അറ്റാക്കിംഗ് ഫേസ് ആയാലും അല്ലെങ്കിൽ ബിൽഡപ്പ് ഫേസ് ആയാലും ഡിഫെൻസീവ് ഫേസ് ആയാലും ഈ ഡിഫൻഡർ ചെയ്യേണ്ട പരിപാടി എന്താണെന്നുള്ളത് നിങ്ങൾക്കവിടെ മനസ്സിലാവും. ഇവിടെ കാണിക്കുന്ന ഫോർമേഷൻ 4-2-3-1 ആണ്. കാരണം കാരിക്ക് പ്രിഫർ ചെയ്യുന്നൊരു ഫോർമേഷനും 4-2-3-1 ആയ കാരണമാണ്. പക്ഷേ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം, ഈ സീസണിൽ തന്നെ പലവട്ടം നമ്മൾ കണ്ടുള്ളതാണ്, ഇവിടെയുള്ള കുനിയ പൊതുവെ സെൻറ്ററിലോട്ട് ഇറങ്ങി വരും. അതിൻ്റെ കൂട്ടത്തിൽ ലൂക്ക് ഷോ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ഡാലോ, ഈ സൈഡിലുള്ള ഡാലോ ആണെങ്കിലും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പോകും. മാർട്ടിനസ് നമ്മുടെ LCB റോളും, മെഗ്വയർ നമ്മുടെ സെൻറ്റർ ബാക്ക് റോളും, ഡാലോ അല്ലെങ്കിൽ റൈറ്റ് ബാക്കാണ് അവർ കളിക്കുന്നത്, അവർ പൊതുവെ RCB റോളാണ് എടുക്കാറ്. ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി ലാമൻസിൽ നിന്നും മെഗ്വയറിലോട്ട് പന്ത് പോകുന്ന സമയത്ത് ഒപ്പോണൻസ് വന്നിട്ട് പ്രസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ആ ഒരു സമയത്ത് നമ്മുടെ പുതിയ വരാൻ പോകുന്ന ഡിഫൻഡർ ചെയ്യുന്ന ഒരു സംഭവം ഈ ബാക്കിലോട്ട് ഇറങ്ങി വന്ന് ബിൽഡപ്പ് ഫേസിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സിനാരിയോയിൽ നിങ്ങൾക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റും. ഈ ഒരു സിനാരിയോയിൽ ലാമൻസ് കൊടുക്കുന്ന പന്ത് നമ്മൾക്ക് വരാൻ പോകുന്ന പുതിയ മിഡ്ഫീൽഡർക്കാണ്. അവിടുന്ന് പന്ത് എഗെയിൻ മേ ബി കോബി അല്ലെങ്കിൽ മാർട്ടിനസ്, ഷോ എന്നുള്ള പ്ലേസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ മേ ബി ബാക്ക് പാസ് കൊടുക്കാം, വേണമെങ്കിൽ ബാക്ക് പാസ് കൊടുക്കാം, മാർട്ടിനസിന് കൊടുക്കാം, ഷോക്ക് കൊടുക്കാം, മെയിനിന് കൊടുക്കാം. ഈ ഒരു ഫേസിൽ ഹെൽപ്പ് ചെയ്യാനും മിഡ്ഫീൽഡർ, നമുക്ക് വരാൻ പോകുന്ന മിഡ്ഫീൽഡർ ഉപയോഗം വരും. അപ്പോൾ അതൊരു റോളാണ്. രണ്ടാമത്തെ റോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിം ഫോർമേഷൻ തന്നെ 3-2 അല്ലെങ്കിൽ 3 അറ്റ് ദ ബാക്ക് എന്ന് ബിൽഡ് ചെയ്യുന്ന ഫോർമേഷൻ തന്നെ
ലാമൻസ് മാർട്ടിൻസിന് പന്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് വരാൻ പോകുന്ന പുതിയ മിഡ്ഫീൽഡർ ഇറങ്ങി വന്നുകൊണ്ട് മാർട്ടിൻസിൻ്റെ കയ്യിൽ നിന്ന് പന്ത് വാങ്ങിയിട്ട് ഇൻസ്റ്റൻ്റ്ലി ലൂക്ക് ഷോ അല്ലെങ്കിൽ ബ്രൂണോ അല്ലെങ്കിൽ മെയിനു ഈ ക്ലോസ് പ്രോക്സിമിറ്റി നിൽക്കുന്ന പ്ലേയേഴ്സ് ആരാണോ അവർക്ക് പന്ത് ഡെലിവറി ചെയ്യാൻ പറ്റണം. അതിൻ്റെ കൂടെ തന്നെ മേ ബി ദർസ് എ പോസിബിലിറ്റി ഇവിടുത്തെ പ്രസ്സിങ് ഭയങ്കര ഇൻറ്റൻസ് ആണെങ്കിൽ, ഈ ഒരു ഏരിയയിൽ ഭയങ്കര പ്രസ്സിങ് ആണെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡർ സ്വിച്ച് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡർ കൂടി ആവണം. സോ ഞാനത് നേരത്തെ പറഞ്ഞത് ഗുഡ് വിഷൻ എന്ന് പറഞ്ഞ സംഭവം ഈ മിഡ്ഫീൽഡർക്ക് വേണം. ഇനി രണ്ടാമത്തെ ഫേസ്, നമ്മൾ ഫസ്റ്റ് ഫേസിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. രണ്ടാമത്തെ ഫേസിൽ എങ്ങനെയാണ് വർക്കൗട്ട് ആകാൻ പോകുന്നത്? ദർ ഇസ് എ പോസിബിലിറ്റി നമ്മൾ 3 at the ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒപ്പോണൻസിൻ്റെ പ്രസ് ഭയങ്കര ഇൻറ്റൻസീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു സമയത്ത് ലാമൻസ് ചെയ്യുന്ന പരിപാടി ലോങ്ങിലോട്ട് പോകുക എന്നുള്ളതാണ്. കാരിക് സിസ്റ്റത്തിൽ കൂടുതലും ലെഫ്റ്റ് ബാക്ക് എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് ബാക്ക് എന്നത് ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടാണ്. ഈ ലെഫ്റ്റ് വിങ് ബാക്ക് എവിടെയാണ് നിൽക്കുന്നത്? ആ ലെഫ്റ്റ് വിങ് ബാക്കിൻ്റെ ഏരിയയിലോട്ടാണ് കൂടുതലും നമ്മുടെ കാരിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഗോൾ കീപ്പർ ലോങ് കിക്ക് എടുക്കാറ്. അപ്പോൾ ഇങ്ങോട്ട് ലോങ് കിക്ക് പോകുമ്പോൾ എഗെയിൻ നമ്മുടെ പുതിയ മിഡ്ഫീൽഡർ റോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബേസിക്കലി ടു വിൻ ദ ഗ്രൗണ്ട് ഡ്യുവൽസ് അല്ലെങ്കിൽ ഏരിയൽ ഡ്യുവൽസ്, സെക്കൻഡ് ബോൾസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ വിൻ ചെയ്യലാണ് ഈ വരുന്ന പുതിയ മിഡ്ഫീൽഡറുടെ ജോലി. ബേസിക്കലി ഹി ഹാസ് ടു ഡു ഓൾ ദ ഡേർട്ടി വർക്ക് ഫോർ ദ ടീം. അതാണ് പുതിയ മിഡ്ഫീൽഡറുടെ ജോലി. ഇൻറ്റൻസ് ആയിരിക്കണം, അഗ്രസീവ് ആയിരിക്കണം, എനർജി ഉണ്ടാവണം, ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്യണം, ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യണം, അതിന് കൂടെ തന്നെ ഗുഡ് വിഷൻ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ 2 ഫേസിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. ഇവിടെ സെക്കൻഡ് ബോൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മിഡ്ഫീൽഡർ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാനുള്ളത് ഫൈൻഡ് ദ പാസസ് ടു അറ്റാക്കിംഗ് തേർഡ് ഇവിടെ ഈ ഒരു ഫേസിൽ, അല്ലെങ്കിൽ ഈ ബോളായിട്ട് മുമ്പിലോട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഈ മിഡ്ഫീൽഡർക്കുള്ള ജോലി. സോ ഇതാണ് കാരിക് സിസ്റ്റത്തിൽ വരാൻ പോകുന്ന പുതിയ മിഡ്ഫീൽഡർ ചെയ്യേണ്ട പരിപാടി. ഇനി വേറൊന്നും കൂടി ഉണ്ട്. ദർ ഇസ് എ പോസിബിലിറ്റി നമ്മളെല്ലാ അറ്റാക്കേഴ്സും ഫ്രണ്ടിലാണ്. ആൻഡ് ഈവൻ കോബിനെ നമുക്കറിയാം, കോബി വേനും മുന്നിലോട്ട് കയറിപ്പോയി അറ്റാക്കിംഗ് ഫേസിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡറാണ്. നൗ ദർ ഇസ് എ പോസിബിലിറ്റി ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ഇവിടുന്ന് പന്ത് മിസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ പുതിയ മിഡ്ഫീൽഡർ ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇവിടെ നമ്മൾ പന്ത് മിസ് ചെയ്യുകയാണ്, ഒരു കൗണ്ടർ അറ്റാക്കിന് പോസിബിലിറ്റി ഉണ്ട് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെയാണ് പൊതുവെ അറ്റാക്ക് ചെയ്യാറ്, ഒരു കൗണ്ടർ അറ്റാക്കിന് പോസിബിലിറ്റി ഉണ്ട് വിചാരിക്കുക. ഈ കൗണ്ടർ അറ്റാക്കിങ് വരുമ്പോൾ ഇത് തടയാനുള്ള ഈ റെസ്റ്റ് ഡിഫെൻസിൽ ഷീൽഡായി നിൽക്കാനും ഈ പുതിയ വരുന്ന മിഡ്ഫീൽഡർക്ക് പറ്റണം. സോ ഹി ഹാസ് ടു ഡു ദ ഡേർട്ടി വർക്ക്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ആരാണ് പെർഫെക്റ്റ് എന്ന് തോന്നുന്നത്? ഈ വർക്കൊക്കെ എടുക്കാൻ, അതായത് ഡിഫെൻസീവ് കവർ കൊടുക്കാനും അറ്റാക്കിംഗ് ഫേസിൽ ഹെൽപ്പ് ചെയ്യാനും ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യാനും ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യാനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഗ്രസീവായിട്ട് ഫുൾ പിച്ച് ഓടി നടന്ന് കളിക്കാനും പറ്റുന്ന ഒരു മിഡ്ഫീൽഡർ ആരാണ്? അതാണ് എൻ്റെ മെയിൻ ചോദ്യം. എൻ്റെ കാഴ്ചപ്പാടിൽ ചൗമിനി ക്യാൻ ഡു ദാറ്റ്, ആൻഡേഴ്സൺ ക്യാൻ ഡു ദാറ്റ്, ബലേബ ക്യാൻ ഡു ദാറ്റ്, മാത്യൂസ് ഫെർണാണ്ടസ് ക്യാൻ ഡു ദാറ്റ്. പക്ഷേ ഈ പറഞ്ഞ പേരുകളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്നൊരു പേര് ആരാണ്? കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേണ്ടത് ബെസ്റ്റ് മിഡ്ഫീൽഡറാണ്, സാധാ ഒരു മിഡ്ഫീൽഡർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടാക്ടിക്കൽ ബോർഡിൽ കാണിച്ചു തന്ന എല്ലാ ഫേസസിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡർ ആരാണ് നിങ്ങളുടെ ഒപ്പീനിയനിൽ? തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. കാരണം വെറുതെ ഒരു മിഡ്ഫീൽഡർ വരുന്നതല്ല, ആ മിഡ്ഫീൽഡർ വന്നു കഴിഞ്ഞാൽ ആ മിഡ്ഫീൽഡർ ജോലി എന്താണ്, അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പോൾ ദ റോൾ ഓഫ് ദാറ്റ് സെൻട്രൽ മിഡ്ഫീൽഡർ അണ്ടർ കാരിക് അല്ലെങ്കിൽ കാരിക്കിൻ്റെ ടാക്ടിക്സിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നുള്ളത് ഞാൻ കാണിച്ചു തന്നത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വയ്ക്കുക. കാരണം ഇങ്ങനത്തെ വീഡിയോസ് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത സീസണിലാണെങ്കിലും ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുമ്പോഴും നമ്മൾ അടുത്തൊരു മിഡ്ഫീൽഡറെ വാങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് ഈ വരുന്ന മിഡ്ഫീൽഡർ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. അതാണ് ദ റോൾ ഓഫ് ദ മിഡ്ഫീൽഡർ അണ്ടർ കാരിക് എന്നുള്ള വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം. സോ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി യുണൈറ്റഡ് ഫാൻസിന്. ഐ ഹോപ്പ് ടു സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. ഞാൻ വേറൊരു വീഡിയോ പിന്നെയും വരാം. അതുവരേക്കും സീ യു.